അപ്പോ പറഞ്ഞതുപോലെ 23-ാം തീയതി കല്യാണം. TDM ഹാള് ബുക്ക് ചെയ്തേക്കാം. ദേവസ്വത്തിൽ നിന്നുള്ള കല്യാണ ചീട്ട് തിങ്കളാഴ്ച തന്നെ കൊടുത്തയക്കാം. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ, ഓടിക്കണം. കുട്ടിയുടെ പേര് ഇൻവിറ്റേഷന് രാജി എന്ന് അടിച്ചാ മതിയോ? അല്ല, അവളുടെ യഥാർത്ഥ പേര് രാജലക്ഷ്മി എന്നാ. രാജിന്ന് വീട്ടിൽ വിളിക്കുന്ന. അപ്പോ മുരളി വിത്ത് രാജലക്ഷ്മി അല്ലേ? അല്ല, മുരളി വിത്ത് രേഖ. ഏതായി പെൺകുട്ടി? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നു? ഞാൻ വരേണ്ട മുഹൂർത്തം ഇതാണ്. ഈ മുഹൂർത്തം തെറ്റിയാൽ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. കുര്യാപ്പള്ളി, എന്തോ ഇവളെ പിടിച്ച് പുറത്താക്ക. പുറത്തു പോകാം, പക്ഷേ നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മുരളിയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം. എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണോടി ചേറ്റെ? അതെ, ചടങ്ങുകൊണ്ട് ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ്. ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ്. എന്താ പണിക്കരേ ഇത്? ഇല്ല, ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത്. കണ്ടിടത്തൊക്കെ തെണ്ടി നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ട് കെട്ടിഴമയാകാൻ വന്നിരിക്കുന്നു. ഓടിയാണ് പണിക്കരേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം. ഇപ്പൊ എന്തിനാ നീ പട്ടി പോകുന്ന പോലെ നിന്ന് മോങ്ങുന്നത്? അന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പൊ എന്തായി? നിനക്കവനോട് അന്ധമായ ആരാധനയായിരുന്നല്ലോ. മോളെ, മുത്തച്ഛന് തൃപ്തിയായി മോളെ, തൃപ്തിയായി. നിന്റെ അമ്മയെ പോലെ തന്നെ ആയിപ്പോയല്ലോ നീ. നിന്റെ അമ്മയ്ക്ക് വഴി തെറ്റി നിനക്ക്. മുരളിയില്ലേ ഇവിടെ? ഇവിടെ ഇല്ല. അവന്റെ അച്ഛനല്ലേ? എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം. ആരക്കേസാ? എന്തുദ്ദേശത്തോടു കൂടിയാ നാലാളും കൂടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്? അത് താൻ അറിയേണ്ട കാര്യമില്ല. താൻ മുതലാളിയെ വിളിക്കും. ആരാ അവിടെ? ഇവര് ഞാൻ എന്താ മുതലാളി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. പണവും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് വെച്ച് പെമ്പിള്ളാരെ പഴപ്പിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലമൊക്കെ പോയി. മനസ്സിലായില്ല. മുരളിയും രേഖയും തമ്മിൽ പ്രേമമായിരുന്നു. രേഖ ഇപ്പോൾ ഗർഭിണിയാണ്. ആരാ ആള്? നിങ്ങളുടെ മോൻ. അത്രേ ഉള്ളല്ലയോ? പെണ്ണുങ്ങളായ ഗർഭിണികളാകും. അല്ലെങ്കിൽ അവളെ ആരെങ്കിലും സ്ത്രീയായിട്ട് അംഗീകരിക്കുമോ? അല്ലയോ കുര്യാപ്പള്ളി? ആന്ന്. പരിഹസിക്കരുത്. മുരളി എവിടെ? അവനെ വിളിക്ക്. അവനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും എന്റെ മോൻ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? മോലാലി, നീയൊക്കെ ആരുടെ ഇക്കാര്യം ചോദിച്ചുകൂടെ വരാൻ? രേഖ അരിയുടെ മുറപ്പെണ്ണ. നിന്റെ മുറപ്പെണ്ണിനെ കെട്ടേണ്ടത് എന്റെ മകനാണോ? നീയല്ലേ? മാന്യമായിട്ട് സംസാരിക്കണം. ആ, അപ്പൊ എച്ചില് തിന്നാൻ നിനക്ക് വയ്യ അല്ലയോ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാര് വന്ന് ദേഹത്ത് ചാരിയ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. പിന്നെ തൊട്ടിട്ടുള്ള പെമ്പിള്ളാരെ ഒക്കെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാ ദിവസവും ഇവിടെ സമൂഹ വിവാഹം നടത്തേണ്ടി വരും. മര്യാദയ്ക്ക് പോയില്ല ഞാൻ പോലീസിനെ വിളിക്കും. പേടിപ്പിക്കല്ലേ. പോലീസ് സ്റ്റേഷൻ പട്ടിക്കും പൂച്ചക്കും വിലങ്ങം ചാടാനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. മര്യാദയ്ക്ക് ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. ആടാ. കുര്യാപ്പള്ളി, നമ്മുടെ ആ വടക്കേപ്പുറത്തുള്ള പുഞ്ച ഒന്നുകൂടങ്ങ് വിതച്ചാലോ?
ഇവിടെ ഇപ്പോ വിതച്ച പുഞ്ചയിൽ തന്നെ വെള്ളം കയറി കിടക്കുക. ഉം. ഇനിയിപ്പോ മുതലാളിയായിട്ട് ഇനി ഒരു പുഞ്ച് മതിക്കാതിരിക്കണ്ട. ഉം. എന്താടാ നാട്ടിൽ നടക്കുന്ന അവിഹിത ഗർഭങ്ങൾക്കൊക്കെ തന്തമാരെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വല്ല കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ? സാർ, പണിക്കര മുതലാളിയും മകനും കൂടി ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ നാരായണപിള്ളയുടെ മകള് രേഖയെ പറഞ്ഞു മയക്കി ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സാർ. എടാ അതിന് നിങ്ങൾ കൊടി പിടിക്കാനും നാടകം കളിക്കാനും പോകുന്ന എന്തിന്? ആർക്കെങ്കിലും ഗർഭമുണ്ടായാൽ ഗർഭസ്ഥ വന്ന കംപ്ലൈന്റ് എഴുതി തരണം. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അതിരിക്കട്ടെ, നിന്റെയൊക്കെ ആരെങ്കിലും ആണോടാ ആ പെണ്ണ്? എന്റെ അമ്മാവന്റെ മകളാണ് സാർ രേഖ. ആ ആ ആ അപ്പോൾ മുറപ്പെണ്ണ്. അവൾ നിന്റെ മുറപ്പെണ്ണാണെന്ന് വെച്ച് ഗർഭം ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ? ഇനിയിപ്പോ ഇത് മുരളിയുടേതാണെന്ന് എന്താ ഉറപ്പ്? നിന്റെ ആണെന്ന് മുരളിക്കും പറഞ്ഞൂടെ? സാർ, മുരളിയാണ് രേഖ നശിപ്പിച്ചത്. നീ കണ്ടോ? അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് പ്ലക്കാർഡും പിടിച്ച് ഡാൻസും കളിച്ച് കടപ്പുറത്തോടെ നനമുണ്ടാക്കണം വേണ്ടത്. ഞാൻ അന്നേ പറഞ്ഞതാണ് എനിക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വയ്ക്കരുതെന്ന്. നിങ്ങളെ ഞാനിവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പബ്ലിക് ന്യൂസൻസിന്റെ പേരിലാണ്. അതായത് പൊതുശല്യം. അഴിച്ചു വിട്ടാൽ അടങ്ങിയിരുന്നില്ലെങ്കിൽ അഴിക്കാത്താക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പിന്നെ രേഖയുടെ കാര്യം. പരാതിക്കാരി ഒന്ന് പരാതി സമർപ്പിക്കട്ടെ, വേണ്ടത് ചെയ്യാം. രേഖ ഞാൻ എവിടെയല്ലേ അന്വേഷിച്ചെന്നറിയോ? ഒടുവിലാണ് അറിഞ്ഞത് നീ പട്ടണത്തിലേക്ക് മടങ്ങിയത്. രേഖ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരുന്നു പറഞ്ഞു. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ മോഡൽ ഇൻസ്പെക്ടർ അത് വിശ്വസിക്കുന്നില്ല. ആ പണിക്കരെ മകനെ ഒതുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം വരില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ എസ് ഐയോട് തുറന്നു പറയണം. കോടതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചാരിത്രം പിച്ചിച്ചീന്തിയ രീതി എതിർഭാഗം വക്കീൽ ചോദിക്കുന്ന പോലെ എസ് ഐയുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് ഞാൻ വിശദീകരണം തരണം, അല്ലേ? ശരി, ഞാൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ എനിക്ക് സ്ഥാപിച്ചു തരൂ? അതിനുവേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ശ്രമം മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല, അല്ലേ? ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ നീ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയാൽ അതിന് ഉറപ്പുണ്ടാവുമോ? ഉണ്ടാകും. ആ ഉറപ്പ് നേടിയിട്ടാണ് ഞാൻ പോകുന്നത്. മുരളി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചോ? ഇല്ല, പക്ഷേ മുരളിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചു. ധൃതി പിടിക്കരുത്, എനിക്കൊരല്പസമയം തരൂ. പണിക്കർ സാറിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത വ്യക്തിയെന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കില്ല. മുരളിയുമായുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം. നീ ഫൈനൽ എക്സാമിനേഷൻ എഴുതേണ്ട കുട്ടിയല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വെച്ച് നീ നിന്റെ വിദ്യാഭ്യാസം മുടക്കരുത്. പട്ടണത്തിൽ ചെന്ന് പരീക്ഷ എഴുതണം. മടങ്ങി വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കാം. എന്നെ വിശ്വസിക്കൂ. ആ സ്ത്രീ പണിക്കരുടെ ആളാണ്. ഇതെല്ലാം അവരൊന്നിച്ചാലോചിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. നിന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്നേഹത്തിൽ പൊതിഞ്ഞ വാചകങ്ങൾ കൊണ്ട് നിന്നെ ഉപദേശിച്ചത്. അവരുടെ വാക്കും കേട്ട് നീ ഇവിടുന്ന് പോകരുത്. ഹരി, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരു കരുവാക്കരുത്. ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ ദുഃഖം മനസ്സിലാവൂ. ഞാൻ തികച്ചും ഡോക്ടർ വിശ്വസിക്കുന്നു. ഞാൻ വരട്ടെ. രേഖയെ ഡോക്ടർ പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചില്ലേ? അതുപോലെ മുരളിയും ഫൈനൽ ഇയർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടുപേരുടെയും വിദ്യാഭ്യാസം കഴിയട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച സ്ഥിതിക്ക് സമയപരിധിയുടെ പ്രശ്നമില്ലല്ലോ. ഇത്രയും വേഗം ഈ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാൻ എതിർക്കുമെന്ന് കരുതിയല്ലേ? ആദ്യമൊക്കെ സത്യത്തിൽ എനിക്കും ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നീട് ഓരോന്ന് ആലോചിച്ചു നോക്കുമ്പോ കാലത്തിനൊത്ത കോലം
മാറിയല്ലേ പറ്റൂ. ഞാനീ വിവരം ഇപ്പൊ തന്നെ രേഖ എഴുതി അറിയിച്ചോട്ടെ. തീർച്ചയായും മനസമാധാനത്തോടെ അവള് പഠിച്ചു പാസ്സാകട്ടെ. ഇതാണ് പ്രായമായവർ പറയുന്നത്, അവനവന്റെ കൈ തലക്ക് വെച്ച് കിടന്നുറങ്ങണമെന്ന്. വല്ലവന്റെ കൈ തലക്ക് വെച്ചാ അവന് തോന്നുമ്പോ വലിച്ചൂരി കൊണ്ടുപോകും. നിന്റെ വാക്കിട്ട് ഇറങ്ങി തിരിച്ച് എനിക്ക് വീട്ടിൽ പോലും കയറാൻ വയ്യാണ്ടായി. നാട്ടുകാരുടെ അപ്പന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അയ്യടാ, നിനക്ക് മാത്രമേ ഉള്ളൂ നാട്ടുകാരും വീട്ടുകാരും. എന്റെ ഉമ്മാടെ കണ്ണീര് കണ്ടാ സഹിക്കൂലടാ. പക്ഷെ ഒരു കാര്യം, ഏതായാലും എല്ലാവരും നാറി. ഇനി ശരിക്കും അങ്ങോട്ട് നാറട്ടെ. ജീവൻ പോയാലും പോട്ടെന്ന് വെക്കായിരുന്നു. മാനം പോയാലോ? അതും ഇതൊരു അലവലാതി പെണ്ണിന് വേണ്ടി വേണോ? ബെന്നി, നീ രേഖ കുറ്റപ്പെടുത്തരുത്. അവളുടെ തലയിൽ ആ ലേഡി ഡോക്ടർ കയറി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടാകില്ല സംഭവിച്ചത്. ആ പണിക്കർക്ക് വേണ്ടി അവരെന്തൊക്കെയോ രേഖയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ആ ഡോക്ടർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അവരെ ഇവിടെ ഓടിക്കണം. അത് കഴിഞ്ഞ് രേഖ വരുത്തിയാൽ മതി. അപ്പോൾ പ്രശ്നം കുറെ കൂടെ സങ്കീർണമാവുകയും ചെയ്യും. സംഗതി ശരി തന്നെ, പക്ഷെ അവരെ ഇവിടുന്ന് കെട്ടിയേറ്റിക്കാൻ എന്താണ് ഒരു വഴി? ആ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ബുദ്ധി ശക്തി ഒന്നായിരിക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തൊലക്കടാ. വിഷമദ്യം കഴിച്ച് ആളുകൾ മരിച്ചുപോയാൽ എന്താ അവസ്ഥ? ഷാപ്പ് കോൺട്രാക്ടറുടെ കാര്യം പോക്കൻ. വിഷമരുന്ന് കുത്തിവെച്ച് രോഗികൾ മരിച്ചുപോയാൽ എന്താ അവസ്ഥ? എടാ ഹരി, അത് വേണോടാ പുള്ളേ? ആ വേണം. കുറെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലേ ഇവിടെ വിപ്ലവം ജയിക്കുകയുള്ളൂ. എന്താ? ഡോക്ടർ തെറ്റിദ്ധരിക്കരുത്. ഇവനൊരു യുവ കവിയാണ്. ഈയിടെയായിട്ട് തീരെ സുഖമില്ല. അന്ന് കായലോരത്ത് വെച്ച് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കാനും തോന്നിക്കാണും. ഞങ്ങൾ സമീപിച്ച രീതി തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ അസുഖം? നെഞ്ചിന് വേദനയാ. ശ്വാസം വലിച്ചുവിടൂ. ഞാൻ മരുന്നിനെ കുറിച്ച് അല്ലോ അതുപോരാ, ചില സമയത്ത് വളരെ സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പിന്നെ രോഗം മരുന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച പോരെ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഒന്നും മിണ്ടാതിരിടാ. നിങ്ങളെപ്പോലെ നല്ലൊരു ഡോക്ടർ ഉള്ളപ്പോ അത് ശരിയല്ലെന്ന് കരുതിയ. അയ്യോ, ഞാനിപ്പോ ചത്തു. ഞാനൊരു എക്സ്റേ എടുത്തു നോക്കാം. എന്തെടുത്താലും വേണ്ടില്ല, കുറഞ്ഞൊരു 5-6 ദിവസങ്ങളിലൂടെ കിടത്തി ചികിത്സിക്കണം. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. അത് തന്നെ. ഈ പേഷ്യന്റിന് റൂം നമ്പർ 1 അഡ്മിറ്റ് ചെയ്തേക്കും. യെസ് ഡോക്ടർ.